Hello everyone, welcome to my channel Learn English with PB. In this video, we are going to discuss what is sonnet. Simple words il പറയുകയാണെങ്കിൽ it is a type of poem. 14 lines ആണ് ഈ പോയത്തിനുള്ളത്. പൊതുവെ സൊനറ്റ്സിൽ നമുക്ക് ഒരു പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷനുമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയത്തിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 8 ലൈനിനെ ഒക്ടേവ് എന്നും ലാസ്റ്റ് 6 ലൈനിനെ സെറ്റ് എന്നും. ഒക്ടേവ് എന്ന് വെച്ചാൽ പ്രോബ്ലം പാർട്ടാണ് ഓർ എ ക്വസ്റ്റ്യനിങ് പാർട്ട്. ഒരു പോയറ്റ് തൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന ഒരു പാർട്ടാണ് ഇത്. ആൻഡ് സെറ്റ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ പാർട്ടാണ്. ഇവിടെ പോയറ്റ് തൻ്റെ പ്രോബ്ലത്തിനുള്ള ആൻസറാണ് പറയുന്നത്. ഈ പ്രോബ്ലം പാർട്ടിൽ നിന്നും സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ടേണിംഗ് ലൈൻ ഉണ്ട്. അതിനെ വോൾട്ട എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഒക്ടേവിൽ പ്രോബ്ലംസ് ആണ് പറയുന്നത്. ആ ലൈനിനെ നമ്മൾ വോൾട്ട എന്നാണ് പറയുന്നത്. പോയറ്റ് ആ ലൈനിൽ പറയുമായിരിക്കും, ഇനി ഞാൻ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ആൻസറാണ് പറയാൻ പോകുന്നത്, ഇനി ഞാൻ ആൻസർ ആയിരിക്കും പറയാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ക്ലൂ തരും അവിടെ. അങ്ങനെ ഒരു ക്ലൂ ഏതെങ്കിലും ലൈനിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ ലൈൻ വോൾട്ട ആണ്. മിക്കവാറും സോണറ്റിലെ 9th ലൈൻ ആയിരിക്കും വോൾട്ട. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ 2 സോണറ്റ് വെറൈറ്റിയാണ് ഫേമസ്. ഫസ്റ്റ് ഇറ്റാലിയൻ സോണറ്റ് ആൻഡ് സെക്കൻഡ് ഇംഗ്ലീഷ് സോണറ്റ്. ഇറ്റാലിയൻ സോണറ്റിനെ തന്നെയാണ് പെട്രാക്കൻ സോണറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇംഗ്ലീഷ് സോണറ്റിനെയാണ് ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഓൾഡ് സോണറ്റ് ഫോം എന്ന് വെച്ചാൽ ഇറ്റാലിയൻ സോണറ്റ് ആണ്. സോ നമുക്കിനി ഇറ്റാലിയൻ സോണറ്റ്സ് ഡിസ്കസ് ചെയ്യാം. 13th സെഞ്ച്വറിയിൽ ജിയാക്കാമോ ദെ ലൻറ്റിനി എന്ന ആളാണ് സോണറ്റ് ഇൻവെന്റ് ചെയ്തത്. ബട്ട് ഫ്രാൻസിസ്കോ പെട്രാക്കാണ് ഈ സോണറ്റ് ഫോമിനെ റീഡിസ്കവർ ചെയ്ത് ഫേമസ് ആക്കിയത്. പെട്രാക്ക് തൻ്റെ ലവറായ ലോറയ്ക്ക് വേണ്ടിയാണ് ഇറ്റാലിയൻ ലാംഗ്വേജിൽ സോണറ്റ്സ് എഴുതിയത്, വിച്ച് ഈസ് കോൾഡ് പെട്രാക്കൻ സോണറ്റ്സ്. പെട്രാക്കൻ സോണറ്റിൽ 2 പാർട്ടേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് ഒക്ടേവ് ആൻഡ് സെക്കൻഡ് പാർട്ട് സെറ്റ്. ABBA, CDE, DCE ഇതാണ് പെട്രാക്കൻ സോണറ്റിൻ്റെ റൈം സ്കീം. പെട്രാക്കൻ സോണറ്റിൽ ആദ്യത്തെ 8 ലൈനിൽ വിച്ച് മീൻസ് ഒക്ടേവിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. മീൻസ് അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അവൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, അവൾ എന്നിലേക്ക് തിരിച്ചു വരുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് സെറ്റിൽ പോയറ്റ് ആ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ആണ് നൽകുന്നത്. അവൾ തിരിച്ചു വരുമായിരിക്കും, അവൾ എന്നിലേക്ക് തിരിച്ചു വരുമായിരിക്കാം, അല്ലെങ്കിൽ അവൾ തിരിച്ചു വരില്ല, അങ്ങനെയുള്ള ആൻസേഴ്സ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇറ്റാലിയൻ സോണറ്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ് എന്താണെന്ന് നോക്കാം. 16th സെഞ്ച്വറിയിലെ പോയറ്റായ തോമസ് യാർഡ് ആണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സോണറ്റ്സ് എഴുതിയത്. അദ്ദേഹം ഫ്രാൻസിസ്കോ പെട്രാക്കിന്റെ വർക്ക്സിനെ ഇറ്റാലിയൻ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഏൾ ഓഫ് സറേ ഇംഗ്ലീഷ് സോണറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. അദ്ദേഹം റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ സോണറ്റ് എഴുതി തുടങ്ങിയപ്പോൾ അവർ പെട്രാക്കൻ മോഡലാണ് ഫോളോ ചെയ്തത്. എന്നാൽ ഏൾ ഓഫ് സിറേ പെട്രാക്കൻ സോണറ്റിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റി. ഇംഗ്ലീഷ് സോണറ്റിലെ റൈം സ്കീം ചേഞ്ച് ചെയ്തു. റൈറ്റേഴ്സ് അയാംബിക് പെൻറ്റാമീറ്ററിൽ പോയംസ് എഴുതാൻ തുടങ്ങി. പെട്രാക്കൻ സോണറ്റിൽ ഒക്ടേവ് ആൻഡ് സെറ്റ് ആയിരുന്നുവെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റിൽ 3 ക്വാട്രെയിൻസും 1 കപ്ലറ്റുമാണ് ഉള്ളത്. സോ ക്വാട്രെയിൻസ് എന്ന് വെച്ചാൽ 4 ലൈൻസ് ഉള്ള ഒരു സ്റ്റാൻസ, ആൻഡ് കപ്ലറ്റ് എന്ന് വെച്ചാൽ 2 ലൈൻസ് ഉള്ള സ്റ്റാൻസ. ആൻഡ് ഇംഗ്ലീഷ് സോണറ്റിൻ്റെ റൈം സ്കീം ABAB, CD EF GG. ആൻഡ് പെട്രാക്കൻ സോണറ്റിൻ്റെ പോലെ തന്നെ ഇതിലും പ്രോബ്ലം പാർട്ടുണ്ട് ആൻഡ് ആൻസർ പാർട്ടുമുണ്ട്. ആദ്യത്തെ 8 ലൈനിൽ ആദ്യത്തെ 2 ക്വാട്രെയിൻസിലായിരിക്കും പ്രോബ്ലംസ് പറയുന്നത്, ആൻഡ് ലാസ്റ്റിലെ ഒരു ക്വാട്രെയിനിലും ഒരു കപ്ലറ്റിലുമായിട്ടായിരിക്കും സൊല്യൂഷൻ പറയുന്നത്. ഷേക്സ്പിയർ വരുന്നത് വരെ ഈ ഒരു സ്ട്രക്ചറായിരുന്നു എല്ലാവരും സൊനറ്റ്സിന് ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ 154 സൊനറ്റ്സിൽ ഈ സ്ട്രക്ചർ പാടെ മാറ്റി എഴുതി. അദ്ദേഹം ആദ്യത്തെ 12 ലൈനിൽ പ്രോബ്ലംസും ലാസ്റ്റിലെ 2 ലൈൻസ് കപ്ലറ്റ്സിൽ സൊല്യൂഷനുമാണ് എഴുതിയിരുന്നത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അദ്ദേഹം ഇംഗ്ലീഷ് സോണറ്റിൽ വളരെ പോപ്പുലറായി. സോ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സോണറ്റിനെ ഷേക്സ്പിയറൻ സോണറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഷേക്സ്പിയർ ഇംഗ്ലീഷ് സോണറ്റിൻ്റെ എല്ലാ റൂൾസും ഫോളോ ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സൊല്യൂഷൻ പാർട്ട് ലാസ്റ്റ് 2 ലൈൻസിലായിരിക്കും. പക്ഷേ
വോൾട്ട 9th ലൈനിൽ തന്നെയായിരിക്കും, ദ ടേണിംഗ് പാർട്ട്. പെട്രാക്കൻ സോണറ്റും ഇംഗ്ലീഷ് സോണറ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.